ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ സക്സസ്ഫുള്ളി 3 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാതെ ഈ വീഡിയോ പ്ലേ ആക്കിയവർ ഫസ്റ്റ് വീഡിയോ തൊട്ട് സെക്കൻഡ് വീഡിയോ തേർഡ് വീഡിയോ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, കേട്ടോ. അപ്പം തേർഡ് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ 4 ഡേ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു യോഗയുടെ. തുടങ്ങി ഒരു 70 റൗണ്ട് പീപ്പിൾ ഉണ്ടായിരുന്നു. ആ 70 പേരിൽ പല ആൾക്കാരും പറഞ്ഞു ഈ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് കയറാൻ പറ്റുന്നില്ല, അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു റെക്കോർഡഡ് ക്ലാസ്സസ് ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ റെക്കോർഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ക്ലാസ്സുകൾ, കേട്ടോ. അപ്പൊ അവർക്ക് പറ്റുന്ന സമയത്ത് കാണാമല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കായി ഒരുപാട് പോസിറ്റീവ് റിപ്ലൈസ് വരാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ എന്താ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്, യൂട്യൂബ് വീഡിയോസ് ഇടുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തും യോഗയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു, ഇനി അപ്ലോഡ് ചെയ്യണേ, പിന്നെ അതിനൊക്കെ തന്നെ നല്ല റിലാക്സിങ് ആണ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകളും അതിനൊക്കെ തന്നെ എല്ലാവരും നല്ല റിവ്യൂ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ തന്നെ എനിക്കും ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കണ്ടിന്യൂ ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് 4th ക്ലാസ് ആണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയവർക്ക് ഇത് അവരുടെ 10th ക്ലാസ് ആണ്, 10ാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ 4ാമത്തെ ക്ലാസ്സിന് മുമ്പ് തേർഡിനും ഫോർത്തിനും ഇടയ്ക്ക് ഒരു ബോണസ് ക്ലാസ് തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് നിങ്ങളുടെ ബോണസ് ക്ലാസ് ആണ്. ഓക്കെ, ഈ ക്ലാസ്സിനകത്ത് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് എങ്ങനെ എപ്പോഴും ബ്രൈറ്റ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും നമുക്ക് കീപ്പ് ചെയ്യാം. എപ്പോഴും എങ്ങനെ ഒരു എനർജി നമ്മുടെ മുഖത്ത് തോന്നുമ്പോഴത്തേക്കും അടിപൊളി, ഒരു സന്തോഷം, മറ്റുള്ളവർക്കും ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ നമ്മളെ മുഖം എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മളെ യോഗ വഴി നമുക്ക് എങ്ങനെ ഫേസിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആസ് യു ക്യാൻ സി എന്റെ ഫേസ് ഒന്ന് ക്ലീൻ ആണ്. ഞാൻ ഒന്നും ഐലൈനറോ ഒന്നും ഇട്ടിട്ടില്ല, ഫുള്ള് കംപ്ലീറ്റ് ന്യൂഡായിട്ട് നണ്ടേ, ഒന്നും ഇടാതെ ഒരു ഫേസ് ആണ് നിങ്ങൾ മുമ്പിലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസിൽ നമ്മൾ ഫിംഗേഴ്സ് വെച്ച് ടച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഫിംഗേഴ്സ് നല്ലോണം ക്ലീൻ ആക്കണം. എന്റെ ഫിംഗേഴ്സ് ക്ലീൻ ആണ് അല്ലേ? ഓക്കെ, ഫിംഗേഴ്സ് ക്ലീൻ ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം, മുഖം നല്ലോണം കഴുകണം, ഫേസ് വാഷ് ഇട്ട് കഴുകി എന്താ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് മാറ്റി ക്ലീൻ ആക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും മോയ്സ്ചറൈസറോ ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാം. നമ്മൾ ഒരുപാട് ഫ്രിക്ഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വ്രിങ്കിൾസ് വരും, കുഞ്ഞു 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 ചുളുകളില്ലേ, അത് വരും. അപ്പം അതെല്ലാം കളയാൻ വേണ്ടിയിട്ടും നമ്മൾ നല്ല പോലെ നമ്മുടെ മുഖം മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്നും നിങ്ങളെ ഫേസിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യണം? ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. നല്ല പോലെ വെള്ളം കുടിക്കുക. ഓക്കെ, നിങ്ങൾ മിനിമം 2 ലിറ്റർ വെള്ളം ദിവസം കുടിക്കണം. അപ്പൊ നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റിയുടെ അതൊക്കെ നമ്മളെ ബോഡി മാസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അതൊക്കെ ഞാൻ വേറെ ക്ലാസ്സിൽ പറയാം. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ നിങ്ങളെ ബോഡി അനുസരിച്ച് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എന്തായാലും ദാഹം തോന്നത്തില്ലേ? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കുടിക്കാതിരിക്കുമ്പോഴത്തേക്കും ബോഡി എന്ത് ചെയ്യും, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കുള്ള വാട്ടർ തന്നെ അത് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ നമ്മൾ നല്ലോണം വെള്ളം ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും. നമ്മുടെ ബോഡിയിലെ ടോക്സിൻ ആയിട്ടുള്ള കാര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഈ വാട്ടറിലൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ വാട്ടർ ഇസ് എ മസ്റ്റ്, ഹൈഡ്രേഷൻ ഇസ് എ മസ്റ്റ്. അപ്പൊ എന്തായാലും വെള്ളം കുടിക്കണം. രാവിലെ എണീക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ലൂക്ക് വാം, നമ്മൾ രാവിലെ ഇളം ചൂടുവെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. പല്ല് തേക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഇളം ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ബോഡിക്ക്. ഓക്കെ, അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് പോയിന്റ് എന്താ, ഹൈഡ്രേറ്റ് യുവർ സെൽഫ്, നല്ല പോലെ വെള്ളം കുടിക്കുക. ഓക്കെ, അത് കണക്കന്നെ. പിന്നെ സെക്കൻഡ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എന്താ ഈ ചുമ ചൊറിയോ അല്ലെങ്കിൽ പിച്ചിയോ മാന്തയോ ഒന്നും ചെയ്യരുത്. അത് കണക്കന്നെ നമ്മൾ മുഖം വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് വേണം വൈപ്പ് ചെയ്യാൻ. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നല്ല ക്ലീൻ ടവൽ ഉപയോഗിച്ചാലും വേണ്ടിയില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന തോർത്തനിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചസ് വീഴും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനു വേണ്ടിയിട്ടായിരിക്കും, നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ബോഡിയിൽ നമ്മളെ മെയിൻ ആയിട്ട് ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ നമ്മൾ കൈ വെച്ച് ടച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൈ ക്ലീൻ ആയിരിക്കണം, ഫേസ് ക്ലീൻ ആയിരിക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു മൈ ക്ലാസ്. എല്ലാവരും നിവർന്നിരിക്കേ. സ്ലോലി കണ്ണുകൾ അടച്ച് നിവർന്നിരിക്കുക. ഇത്രയും നേരം എന്നെ കേട്ടോണ്ടിരുന്നതിന്റെ ആ ബഹളവും ഒക്കെ ഒന്ന് കാമായി
നിങ്ങള് ചുറ്റും കേൾക്കുന്ന സൗണ്ട് മാത്രം ശ്രദ്ധിക്കുക. സ്ലോലി മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ ശ്വാസം വിടുക. മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം വിടുക. Inhale, exhale. ഒന്നുകൂടി inhale, exhale. സ്ലോലി കൈ നമസ്കാര മുദ്ര പിടിച്ച് പതുക്കെ തലയൊന്ന് ബെൻഡ് ചെയ്ത് നമസ്തേ. കൈ പതുക്കെ തുടയുടെ മുകളിൽ വെച്ചിട്ട് കണ്ണുകൾ തുറക്കൂ. ഓക്കെ, സോ നമ്മൾ ഇന്ന് നമ്മുടെ ഫേസ് യോഗ ഡേയില് ചെറുതായിട്ട് ഫേസിന് വേണ്ടിയുള്ള യോഗാസ് ചെയ്യാൻ പോവാണ്. സ്ലോലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? മുകളിലോട്ട് താഴോട്ട്. ഇൻഹെയിലും എക്സെയിലും. ഇത് ജസ്റ്റ് സ്ട്രെച്ചസ് മാത്രം. തുടങ്ങാം. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ നമ്മുടെ ഫോക്കസ് നമ്മളെ ജോയിലോട്ട് വരണം കേട്ടോ, താടിയിലോട്ട്. എക്സെയിൽ. ഇൻഹെയിൽ, ജോ ശ്രദ്ധിക്കുക. എക്സെയിൽ. അതൊക്കെ സെന്ററിൽ വരിക. റിലാക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മുഖത്ത് മസിൽസ്, ഓരോ മസിൽസും ഒന്ന് എന്താ ഫ്രഷ് അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് വായില് നമുക്ക് കവിളില് ശ്വാസം എടുത്ത് നിറച്ച് വെക്കാൻ പോവാം. ഇങ്ങനെ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യണമെന്നില്ല. കണ്ടോ, ശ്വാസം പോയതുണ്ടോ മൂക്കൂടെ? ശ്വാസം നോർമൽ ആക്കുക. നമുക്ക് ഇങ്ങനെ നിൽക്കണ്ട. ഓക്കെ, ജസ്റ്റ് പഫ് ആക്കുക, ചീക്ക് പഫ് ആക്കുക. ഇൻഹേൽ. എന്നിട്ട് വിരലുകളുണ്ടോ ഇങ്ങനെ, കണ്ടോ, ഈ ഒരു മുദ്ര പിടിച്ചിട്ട് നമ്മളെ മൂക്ക് അടച്ച് ഇത് മൂന്നാം കണ്ണിൽ വെച്ചിട്ട് പഫാക്കിയില്ലേ, ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. എന്താ ചെയ്യാൻ പോകുന്നത്? ചെയ്യാം. ഇൻഹെയിൽ, ഹോൾഡ്, മൂക്ക് ക്ലോസ് ചെയ്യുക, വിരലുകളും തേർഡ് ഐയിൽ വെക്കുക, ഹോൾഡ്. സാവധാനം നിവർന്ന് വന്ന് എക്സേൽ ചെയ്യാം. ഇത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ പേസിന്, നിങ്ങളുടെ സ്പീഡിന് ചെയ്യണം. ഞാൻ ചെയ്യുന്നതിന് കൂടെ ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം എടുക്കാനോ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാവധാനം ഇൻഹേൽ, ചെയ്യാം. നമുക്ക് കൗണ്ട് ചെയ്യാം. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ 5, 4, 3, 2, 1 കൗണ്ട് ചെയ്യാം. ഇൻഹേൽ, ഇനി 10 കൗണ്ട് ചെയ്യാം. 10, 9. ഓക്കെ, നോർമൽ ബ്രീത്ത് എടുക്കുക. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് അടഞ്ഞു പോകും. അപ്പൊ അത് അങ്ങനെ തന്നെ വിടുക. Okay. ഇനി നമ്മൾ സാധാരണ ചീക്കില് എയർ നിറയ്ക്കുക. ഈ 2 വിരലെടുത്ത് ചീക്ക് ചുണ്ടിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് കണ്ടോ, ഇവിടെ കൊണ്ടുവരണം, എയർ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഉം. 嗯
ഫേസ്. ഇനി നമ്മൾ ഹനുമാനെ കണക്ക് പിടിക്കത്തില്ല അങ്ങനെ. ഇതോ നമ്മള് എന്താ ഫേസ് ഫുൾ ഒന്ന് പ്രിപ്പയർ ആയിട്ടുണ്ട്, എന്തോ ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മളെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മളെ ഫോർഹെഡ് മുതൽ ജോ വരെ നെക്ക് വരെയുള്ള ഭാഗത്ത് നമുക്ക് സ്ട്രെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മസാജ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോർഹെഡിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൈവിരലെടുത്തിട്ട് നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിങ്ങോട്ട് പതുക്കെ, ഇവിടെ നിങ്ങോട്ട് പതുക്കെ, കണ്ടോ, സാവധാനം കൂളായിട്ട്. നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്, അതിന്റെ കൂടെ ഒന്ന് നല്ല റിലാക്സ് ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്തേ. ചെറുതായിട്ട്, ഒരുപാട് റഫാക്കി റബ്ബ് ചെയ്യരുത്, സാവധാനം. ഇനി ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് കൊടുത്തേ. ഉണ്ടോ, ജസ്റ്റ് നമ്മളെ ഫോർഹെഡില് റിങ്കിൾസ് നമ്മളിങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചുളിവ് എഴുത്തില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റബ്ബ് കൊടുക്കുക, എന്നിട്ട് കൈ കോർത്തൊന്ന് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഇങ്ങനെ റിലാക്സ്. ഇനി നമ്മൾ പിരിവം. പിരിവം കണ്ടോ, പിരിവ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഡെഫിനേഷൻ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പതുക്കെ പിൻ ചെയ്ത് കൊടുക്കുക, കണ്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫോർഹെഡിന്റെ ടെമ്പിൾസിന്റെ ഭാഗം ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് ഹാർഷായിട്ട് റബ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കൈ അല്ല, നിങ്ങൾക്ക് റഫ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മോയ്സ്ചറൈസറോ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മളെ കണ്ണ് നമ്മളിങ്ങനെ ഇങ്ങനെ സ്ക്വിൻ ചെയ്യും, ഇങ്ങനെ ചുരുട്ടിയിട്ട് നിവർത്തും, കണ്ടോ, ഇങ്ങനെ ചെയ്യാം. സ്ക്വിൻ, ഓപ്പൺ, 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 റിലാക്സ്. കണ്ണ് സാവധാനം അടയ്ക്കുക, റിലാക്സ് ചെയ്യാം, അതൊക്കെ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ഐബോൾസ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക. മുകളിലത്തെ കാഴ്ചകൾ കണ്ടു, സൈഡിലത്തെ കാഴ്ച കണ്ട്, താഴത്തെ കാഴ്ച കണ്ട്, സൈഡിലോട്ട്. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ സാധാരണ എക്സസൈസ് ചെയ്യാറില്ലല്ലോ കണ്ടിന്. അപ്പൊ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നോക്കുക. നമ്മൾ ഭരതനാട്യം കളിക്കുന്ന കുട്ടികളെ കണ്ടില്ലേ, അവരെ കണ്ണ് കണ്ടില്ലേ, നല്ല വിടർന്ന കണ്ണ്. അത് അവർ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട് കണ്ണിന്, അവരെ കണ്ണിൽ ഭാവങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തേ ആ മൂവ്മെന്റ്. അപ്പൊ അതേ കണക്ക് നമ്മളെ കണ്ണിന്റെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കണ്ണും നല്ല വിരിഞ്ഞ് നല്ല പോസിറ്റീവ് ലൈറ്റ് ഉള്ള ഒരു കണ്ണായിട്ട് മാറും. ക്ലോസ് യുവർ ഐസ്, റിലാക്സ്, slowly open your eyes. ഓക്കെ, ഇനി നമ്മുടെ ചീക്കിനുള്ള മസാജ്. ചിരിക്കുക, കണ്ടോ, ക്യൂട്ട് പൂക്കി എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പൊ അതാണത്. ചിരിക്കുക, നല്ലോണം ചിരിക്കുക, കൈ ജസ്റ്റ് കവളൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വട്ടം ആണെങ്കിലും കണ്ടിന്യൂ ചെയ്യാം ചേട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം രാവിലെ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് ഇത് ചെയ്യാം. അപ്പൊ നല്ല ക്ലീൻ ആയിരിക്കത്തില്ല, അപ്പൊ ചെയ്യാം. ഉറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിലും ചെയ്യാം. ഇനി രണ്ട് വിരലെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് എടുക്കുക. ജസ്റ്റ് അവിടെ നിന്ന് പ്രഷർ കൊടുക്കും. കാരണം നമ്മൾ കുറച്ചും കൂടി ഏജ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടില്ലേ ഏജ് ഉള്ള ആൾക്കാരുടെയൊക്കെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി മസാജിങ്ങിന്റെ ഒരു ക്ലാസ് നമുക്ക് എടുക്കാം.
അപ്പൊ അതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ലൈൻ നമുക്ക് വരും. കുറച്ച് നാൾ സ്മൈൽ ലൈൻസ് ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഇത് കൊടുക്കും. അത് നമുക്ക് നല്ലോണം കയ്യിൽ ഓയിലൊക്കെ ആയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. നമ്മൾ ആ യോഗയ്ക്കകത്ത് അത് വരത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുക്കുക. ഈ സാവധാനം നിങ്ങള് ചിരിക്കണം, നോക്കണം. ഇങ്ങനെ ചെയ്യണ്ടേ, മേളിലോട്ട് നോക്കിയിട്ട് കേട്ടോ. നേരെ നോക്കി ചെയ്യണ്ട. നേരെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പം വീട്ടിൽ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ജസ്റ്റ് മേളിലോട്ടൊന്ന് നമ്മളെ കഴുത്ത് മേളിലോട്ടൊന്ന് നോക്കിയിട്ട് ചിരിക്കുക, ചിരിക്കുക, കിസ് ഫേസ് വയ്ക്കുക. ഓക്കെ, ഒരു 10 വട്ടം ചെയ്യാം. റിട്ടേൺ. ഇനി നമ്മുടെ നാക്കില്ലേ, നാക്ക് നമ്മുടെ പാലറ്റിന്റെ മേളിൽ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഹോൾഡ് ചെയ്ത് മേളിലോട്ട് ബാക്കിൽ ഏറ്റവും ബാക്കിൽ ടച്ച് ചെയ്യാൻ രീതിയിൽ ടച്ച് ചെയ്യാൻ മേളിലോട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നല്ലൊരു സ്ട്രെച്ച് ഉണ്ട്. ശ്രദ്ധിക്കുക പ്ലീസ്. ഹോൾഡ് ഇങ്ങനെ വെച്ചിട്ട് മേളിൽ ഹോൾഡ് ചെയ്യണേ. ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രെച്ച് മുകളിലോട്ട് കിട്ടുന്നില്ലേ, ആ ശ്രദ്ധിക്കാം. നമ്മുടെ ഈ ഡബിൾ ചിൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇവിടെ ഈ ഭാഗത്തോട്ട് പ്രസ് ചെയ്തിരിക്കുന്ന നമുക്ക്. ഓക്കെ, റിലാക്സ്. നിങ്ങൾക്ക് സമയമുള്ള അനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി നമ്മള് കലാപമണിയുടെ പ്രയറില്ലേ, മൗസിന്റെ എലി പ്രാർത്ഥിക്കുന്ന അതേ കണക്ക് ചുണ്ടുകൾ ചേർത്ത് ഇങ്ങനെ 2 സൈഡിലും ആ ഫേസ് ഉണ്ടാക്കാം. ഓക്കെ, റിലാക്സ്. ഇവിടെ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഫോർഹെഡിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം പതുക്കെ 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 വരുന്ന ക്ലാസ്സുകൾ ചെയ്യാം. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മളെ കഴുത്തിന്റെ മുകളിലോട്ട്, നമ്മൾ നേരത്തെ ആദ്യമേ ചെയ്തത് കഴുത്തിന്റെ എക്സസൈസ്, അതിനൊക്കെ മുകളിലോട്ട് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് എന്ത് ചെയ്യുക, റബ്ബ് ചെയ്ത് കൊടുക്കുക. റിലാക്സ്, അത്ര മതി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു 360 ഡിഗ്രി ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അത് പതുക്കെ തിരിച്ചു കൊണ്ടുവന്ന് സെന്ററിൽ കൊണ്ടുവന്ന് നേർന്ന് കണ്ണുകൾ അടച്ചിരിക്കുക. കണ്ണുകൾ അടച്ച് നട്ടൽ നിവർത്തി ഇരിക്കുക. സാവധാനം നമ്മുടെ മുഖത്തേക്ക് ഫോക്കസ് കൊണ്ടുവരിക. നമ്മളുടെ മുഖത്തിൽ നിന്ന് കിട്ടിയ സ്ട്രെച്ചസ്, മസാജസ് എല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ മുഖത്തൊരു ചെറിയ വൈബ്രേഷൻ ശ്രദ്ധിക്കുക. നെറ്റിയുടെ ഭാഗം റിലാക്സ് ചെയ്യുക. നെറ്റി റിലാക്സ് ആവട്ടെ. കണ്ണുകൾ അടച്ചിരിക്കുക. ആരും ഒളിഞ്ഞു നോക്കരുത്. നെറ്റിയുടെ ഭാഗം റിലാക്സ് ചെയ്യുക. പിരിവം, 2 പിരിവങ്ങളും റിലാക്സ് ആവട്ടെ. പിരിവത്തിൽ നമ്മൾ നേരത്തെ കൊടുത്ത പിഞ്ച് ആലോചിക്കുക. കൺപോളകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൺപോളകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൺപീലികൾ ശ്രദ്ധിക്കുക. കൺപീലിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക.
അല്ലെ കൃഷ്ണമണിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കണ്ണ് മൊത്തത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. നമ്മളെ കണ്ണ് നമ്മളെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് നമ്മൾ ഏറ്റവും നല്ലോണം വേണം കെയർ കൊടുക്കാൻ. കണ്ണ് തിരുമുകയോ എന്തൊന്നും ചെയ്യരുത്. ഓക്കെ, സാവധാനം മുക്കിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം വിടുക. മൂക്ക് തുറന്ന് ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം വിടുക. 2 വട്ടം കൂടി മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം വിടുക. ലാസ്റ്റ് ടൈം മൂക്ക് നല്ലോണം വിടർത്തി വായിലൂടെ ശ്വാസം വിടുക. നമ്മുടെ ചീക്കിലേക്ക്, നമ്മുടെ കവിളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ചുണ്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മുടെ താടിയെല്ലാം ഫ്രീ ആയിട്ട് വിടുക. ചെവികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കഴുത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അതുപോലെ തന്നെ പിൻകഴുത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക. വിട്ടൽ നിവർത്തി വയ്ക്കുക. കൈവിരലുകൾ എടുത്ത് മുഖത്തിന് നേരെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. പതുക്കെ കൈവിരലുകൾ കൊണ്ട് നമ്മൾ തബലയൊക്കെ വായിക്കത്തില്ലേ, അത് കണക്ക് മുഖത്ത് നെറ്റി മുതൽ താഴെ വരെ കഴുത്ത് വരെ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. വേദന ഇല്ലാത്ത രീതിയിൽ, തബല വായിക്കുന്ന രീതിയിൽ റിലാക്സ് ചെയ്ത് ആയിട്ട് ടാപ്പിംഗ് ശ്രദ്ധിക്കുക. ചുണ്ടിലും കണ്ണിന്റെ മുകളിലൊക്കെ ചെറുതായിട്ട് പാറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ പ്രഷറേ കൊടുക്കാവൂ, കണ്ണൊന്നും അടിച്ച് പൊട്ടിക്കരുത് കേട്ടോ. സാവധാന റെസ്റ്റിലായിട്ട് വന്ന് നമസ്കാര മുദ്ര പിടിക്കുക. നമുക്ക് കിട്ടിയ പാറ്റിങ്, നമ്മുടെ മുഖത്ത് മൊത്തം കിട്ടിയ ഒരു വൈബ്രേഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ സോ ബ്യൂട്ടിഫുൾ. നിങ്ങളെ കാണാൻ നല്ല മനോഹരന്മാരും മനോഹരികളുമായിട്ടുണ്ട്. മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടരട്ടെ. നല്ലോണം മനസ്സ് നിറഞ്ഞ് ചിരിക്കുക, ഹാപ്പി ആയിട്ട് ചിരിക്കുക, സന്തോഷമായിട്ട് ചിരിക്കുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഇതാണ് നിങ്ങൾക്ക് അണിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഭരണം. കീപ് സ്മൈലിംഗ്. നമസ്തേ. ബൈ.